കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എബ്രായലേഖൻ 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമ്മെ സഹായിപ്പാൻ കഴിവുള്ള യേശുവിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, നമ്മെ സഹായിപ്പാൻ കഴിവുള്ള യേശു. എന്തുകൊണ്ടെന്നാൽ യേശു പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചു. പരീക്ഷിക്കപ്പെടുന്നവരുടെ വേദനയിലൂടെ കടന്നു പോകുന്നവരുടെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുടെ ഭാരം ചുമക്കുന്നവരുടെ അധ്വാനിക്കുന്നവരുടെ വേദനകൾ യേശുവിനറിയാം എന്നാണ് ഈ വചനം നമ്മളെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തായാലും അതിന്റെ നടുവിൽ ദൈവത്തിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയും. യേശു കർത്താവിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് എബ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോകരിക്കായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. കഷ്ടങ്ങളുടെയും രോഗങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ അനവധി ഭാരങ്ങൾ പേറിക്കൊണ്ട് നീ മുൻപോട്ട് നീങ്ങുമ്പോൾ നോക്കുവാൻ ഒരിടമുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ യേശുവിനെ നോക്കുക എന്നുള്ളതാണ്. എന്തിനു നമ്മൾ യേശുവിനെ നോക്കണം? അവൻ നമ്മുടെ രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ്. അവൻ നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് സദാ പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ കർത്താവാണ്. നമ്മളെ സഹായിപ്പാൻ അവന് കഴിയും എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന എന്ത് വിഷയമാണ്? അതിന്മേൽ സഹായിപ്പാൻ, അതിന്മേൽ വിടുതരുവാൻ, അതിന്മേൽ സൗഖ്യം തരുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നാം വായിക്കുമ്പോൾ നിസ്സഹനായ ഒരു മനുഷ്യനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 38 വർഷക്കാലം രോഗം പിടിച്ച ഒരു മനുഷ്യൻ സൗഖ്യം കാത്തുകൊണ്ട് താൻ അവിടെ കിടക്കുകയാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബെഥസ്ദാ കുളക്കര. അവിടെ ഏതാണ്ട് 38 വർഷത്തോളം സൗഖ്യം കാത്തു കിടക്കുന്ന ഒരു മനുഷ്യൻ. അവിടെ നാം വായിക്കുന്നുണ്ട്, വ്യാധിക്കാർ, കുരുടൻ, മുഴന്തൻ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തു കിടക്കുകയാണ്. ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുമ്പോൾ അതിലിറങ്ങുന്ന മനുഷ്യന് സൗഖ്യമുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ്. അവൻ ഏതാണ്ട് ശ്രമിച്ച് 38 വർഷക്കാലം കിടക്കുകയാണ്. അതെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ശ്രമിച്ച് ഇതുവരെ നിന്റെ ജീവിതത്തിൽ നിനക്കൊരു നന്മ പ്രാപിക്കുവാനോ സൗഖ്യം പ്രാപിക്കുവാനോ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, നിന്നെ സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ, എല്ലാത്തിനും പരിഹാരം വരുത്തുവാൻ യേശു കർത്താവിന് കഴിയും എന്നുള്ളതാണ്. യേശു ഇതാ ഈ ബെഥസ്ദാ കുളക്കരയിലേക്ക്, ബെഥസ്ദാ എന്നുള്ള വാക്കിന്റെ അർത്ഥം കരുണയുടെ ഇടം എന്നുള്ളതാണ്. പക്ഷേ 38 വർഷമായി ഈ മനുഷ്യനൊരു കരുണ ലഭിക്കുന്നില്ല. ആരും തന്നെ സഹായിപ്പാനായിട്ടില്ല. നിസ്സഹനായി വർഷങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കരുണയുള്ള കർത്താവ്, സഹായിപ്പാൻ കഴിവുള്ളവൻ, ദയയുള്ളവനായ കർത്താവ്, രക്ഷകനായിരിക്കുന്ന കർത്താവ് ഇതാ അവിടേക്ക് കടന്നു ചെന്നിട്ട് യേശു അവനോട് കരുണ കാണിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു അവന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവനൊരു പക്ഷേ
തിരിച്ചു ചോദിച്ചേക്കാം, ഗുരു അല്ലെങ്കിൽ യജമാനനെ, ഒരു സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയല്ലയോ ഞാൻ ദീർഘമായ വർഷങ്ങൾ ഇവിടെ കിടക്കുന്നത്? യേശുവിന്റെ ചോദ്യത്തിന്റെ മുമ്പാകെ മറ്റു പ്രത്യുത്തരങ്ങളൊന്നും പറയാതെ വണ്ണം അവൻ പറയുകയാണ്, യജമാനനെ, ഈ വെള്ളം കലങ്ങുമ്പോൾ ഈ കുളത്തിലിറക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. യേശുവിനോട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒറ്റ വാക്ക് അവനോട് യേശു പറയുകയാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്ക് എടുത്ത് നടക്ക എന്ന് ഒറ്റ വാക്ക് യേശു പറയുന്നു. 38 വർഷത്തെ വിഷയങ്ങൾ, 38 വർഷം നിസ്സഹായനായി, ആരും സഹായിപ്പാനില്ലവനായി ആ കുളക്കരയിൽ കിടന്ന മനുഷ്യനോട് യേശു പറയുകയാണ്, നിന്റെ കിടക്കിയെടുത്ത് നടക്ക. ഒറ്റ വാക്കുകൊണ്ട് 38 വർഷക്കാലം അവൻ അനുഭവിച്ച ദുരിതങ്ങൾക്ക് അവസാനം വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യനിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിലുള്ള ആശ്രയം എത്ര വലുതാണ്. വർഷങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ച് മുൻപോട്ട് നീങ്ങിയതായിട്ടുള്ള ആ ജീവിതത്തിന് യേശുവിന്റെ ഒറ്റ വാക്കുകൊണ്ട് ആ നിമിഷം തന്നെ അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ ഏതെല്ലാം പഴക്കമുള്ളതാണെങ്കിലും, എത്ര വർഷത്തെ ദുരിതമാണെങ്കിലും, അതെ, യേശുവിന്റെ ഒറ്റ വാക്കിന് നിന്റെ ദുരിതത്തിന്റെ മേൽ, നിന്റെ രോഗത്തിന്റെ മേൽ, നിന്റെ പ്രതിസന്ധികളുടെ മേൽ യേശുവിന് പരിഹാരം വരുത്തുവാൻ കഴിയുമെന്ന് നീ മനസ്സിലാക്കിയിരിക്കുക. എന്തുകൊണ്ട്? നമ്മുടെ യേശു പരിശുദ്ധനായവനാണ്. യേശു വിശന്നവനായിരുന്നു, യേശു ദാഹിച്ചവനായിരുന്നു, യേശു രോഗം ശീലിച്ചവനായിരുന്നു. മനുഷ്യന്റെ വേദനകൾ അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് യേശുവിനെല്ലാം അറിയാം. നീ വിശക്കുമ്പോൾ, നീ ദാഹിക്കുമ്പോൾ, നീ പ്രതിസന്ധിയിലാകുമ്പോൾ, നീ രോഗിയായി മാറുമ്പോൾ, ഭാരങ്ങൾ വഹിക്കുമ്പോൾ, എല്ലാം യേശുവിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള യേശുവിൽ ആശ്രയിക്കുവാൻ, ഇങ്ങനെയുള്ള യേശുവിനെ നോക്കുവാൻ വചനം നമ്മളോട് സംസാരിക്കുകയാണ്. അതെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി മാറി. നിന്റെ ഇരുട്ടിനെ മാറ്റുവാൻ, രോഗബന്ധനങ്ങളെ അഴിച്ചു മാറ്റുവാൻ, നിനക്ക് സൗഖ്യം തരുവാൻ, ഇരുട്ടിന്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ, പ്രതിസന്ധിയുടെ നടുവിൽ വെള്ളി വെളിച്ചങ്ങളെ അയച്ച് എല്ലാത്തെയും പ്രകാശപൂരിതമാക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. അതെ, നിന്നെ സഹായിപ്പാൻ, നിന്റെ തലമുറയെ സഹായിപ്പാൻ, നിന്റെ ആവശ്യങ്ങൾ നിന്നെ സഹായിപ്പാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. യേശുവിൽ ആശ്രയിക്കും. അതെ, ഇവിടെ നാം ചിന്തിച്ചതുപോലെ ഏതാണ്ട് 38 വർഷം അനുഭവിച്ച ദുരിതത്തിന്റെ മേൽ, അവന്റെ പ്രതിസന്ധികളുടെ മേൽ അവൻ പറയുന്നു, എന്നെ സഹായിപ്പാൻ ആരുമില്ല. എന്നാൽ ഇതാ സഹായത്തിന്റെ ഹസ്തവുമായി യേശു ചെല്ലുകയാണ്. ഒറ്റ വാക്ക് കൽപ്പിച്ചപ്പോൾ അവന്റെ ദുരിതങ്ങൾക്ക്, അവന്റെ ഇരുട്ടിന് പ്രകാശമായി ദുരിതങ്ങൾ മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് അവന്റെ അടുക്കലേക്ക് ചെല്ലാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കുമാറാകണമേ. നീ സഹായിപ്പാൻ കഴിവുള്ളവരാണല്ലോ. നിന്റെ ജനത്തിന്റെ വിഷയത്തിന്റെ മേൽ സഹായത്തിന് കരം നീട്ടി അവരെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃ ശുശ്രൂഷയിൽ പാസ്റ്റർ കെ സാമുവേൽ.